അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഇന്ന് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരായത്താണ്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദ. മനുഷ്യനെ വെറുതെ വിടുമെന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ? അലം യകു നുത്ഫത്തം മിൻ മനിയ്യിൻ യുംന. മനുഷ്യൻ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഖുർആൻ ചോദിക്കുകയാണ്. ഈ ഒരു ചോദ്യം നിരീശ്വരവാദികളോട് എല്ലാവരോടാണ് മനുഷ്യൻ ചോദിക്കുന്നത്. ചിന്തിക്കാൻ വേണ്ടി പറയാണ്. എന്ത്? ഒരു ബീജത്തുള്ളിയിൽ നിന്ന്. എന്താണ് ബീജത്തുള്ളി എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ ആ ബീജത്തുള്ളി ഉണങ്ങിക്കഴിഞ്ഞാൽ വേറൊരു പൊടികളാണ്. വായുവിൽ അന്തരീക്ഷത്തിൽ പറക്കുന്ന ഒരു തരം ചെറിയ ബീജത്തുള്ളികളിൽ നിന്ന് ആ പൊടി ഒന്നിനും പറ്റാത്ത കാറ്റത്ത് പറന്നു പോകുന്ന ആ ഒരു ബീജത്തിൽ നിന്ന് മനുഷ്യ രൂപത്തിലേക്ക് അല്ലാഹു തആല പഠിച്ചു. അത് രക്തക്കട്ടയാക്കി, മാംസക്കട്ടയാക്കി, എല്ലാക്കി. ഇഹ്യാ ഉലൂമുദ്ദീൻ ഇതിൻ്റെ വിശദീകരണം പറയും. മനുഷ്യനൊന്നുമല്ലാത്ത ഈ ബീജത്തുള്ളിയിൽ നിന്ന് ഈ രൂപത്തിലേക്ക് എല്ലും ശരീരവും എല്ലാം ആക്കി തന്ന് പിന്നീടൊരു മനുഷ്യരൂപമാക്കി, പിന്നീട് ബുദ്ധിയും തന്നു. ഇങ്ങനത്തെ മനുഷ്യർ, ഈ കോലത്തിലാക്കിയ മനുഷ്യന് എല്ലാം നൽകിയ അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങളെ ഇതൊക്കെ വെറുതെ എല്ലാം നൽകി വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് ചോദിക്കുക, ഒന്നുമല്ലാത്തൊരു ബീജത്തുള്ളിയിൽ നിന്ന് ഉണ്ടാക്കിയ ഈ രൂപത്തിലാക്കിയ മനുഷ്യൻ, നിരീശ്വരവാദികളോട് ചോദിക്കുകയാണ്. അള്ളാഹ് ചോദിക്കുകയാണ്, ഇങ്ങനത്തെ അള്ളാഹ്ക്ക് ഈ പൂർണ്ണതയിലെത്തിയ മനുഷ്യനെ വീണ്ടും ഉണ്ടാക്കുക എന്ന് പറയുന്നത് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത. ഇങ്ങനത്തെ മരിച്ചു ഒരു എല്ലാ രൂപത്തിലാക്കി തന്ന ഈ സമ്പൂർണ്ണ മനുഷ്യനെ ഒരു മരണം കൊടുത്ത് വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് എത്ര വലിയ സിമ്പിളാണ്. അതുകൊണ്ട്